വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കോൺഗ്രസ് ഒരുങ്ങി. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അടിയെല്ലാം തീർന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം സണ്ണിക്കുട്ടി എബ്രഹാം സാറാണുള്ളത്. സാറേ, കേരളത്തിലെ അപശബ്ദങ്ങളെല്ലാം നിലച്ചുവെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. യഥാർത്ഥത്തിൽ അപശബ്ദങ്ങൾ നിലച്ചു? വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം, അല്ലെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ, അല്ലെങ്കിൽ അവർ പല സ്വരത്തിൽ സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ ശശി തരൂരിനെ പോലൊരാൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പാർട്ടി നയങ്ങൾക്കും നിലപാടുകൾക്കും എതിരായിട്ട് അഭിപ്രായം പറയുന്നതൊന്നും അല്ല. ഇതൊക്കെ പണ്ടും കേരളത്തിലെ കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സംഘടനയില്ല എന്നുള്ളതാണ്. അടിത്തട്ട് വരെ സംഘടനയെ ചലിപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. അപ്പം നേതൃത്വത്തിൻ്റെ കഴിവുകേട് മാത്രമാണെന്നൊന്നും ഞാനതിനെ പറ്റി പറയുന്നില്ല. പണ്ടും ഇതുപോലൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംഘടനയില്ല എന്ന് പറയുന്നൊരു വല്ലാത്തൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു പാർട്ടിയുടെ, അത് കോൺഗ്രസ് ആകട്ടെ CPM ആകട്ടെ, പ്രവർത്തനം നടക്കേണ്ട ഏറ്റവും അടിത്തട്ടില്ല, ജില്ലയ്ക്കും താഴേക്ക്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞാൽ മണ്ഡലം, വാർഡ്, ബൂത്ത് തലങ്ങളിൽ, CPM ആണെങ്കിൽ ബ്രാഞ്ച് തലത്തിൽ, അതുപോലെ തന്നെ ലോക്കൽ ഏരിയ തലത്തിലൊക്കെയാണ് ഈ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കേണ്ടത്. അവിടെ കോൺഗ്രസ്സിന് വേണ്ടത്ര ഒരു സംഘടനാ സംവിധാനമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ഇപ്പോൾ അപശബ്ദങ്ങളൊക്കെ നിലച്ചോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ നിലച്ചു എന്ന ഹൈക്കമാൻഡിൻ്റെ ഒരു അവകാശവാദം, ഇതൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് സംഘടന അല്ലെങ്കിൽ സംഘടനാ സംവിധാനം ഇല്ലാത്തതിനെ കുറിച്ചാണ്. മറ്റൊരു വശം എന്ന് പറയുന്നത് പാർട്ടിയിലെ ഭിന്നത, എപ്പോഴും ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഭിന്നത, അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുള്ള ഭിന്നത, അതൊക്കെയാണ്. അപ്പോൾ അത് അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ, ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഹൈക്കമാൻഡിന് ചെറിയൊരു പേടിയുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് കേരളത്തിൽ വ്യക്തിഗത നേതാക്കൾ എന്നതിനപ്പുറത്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമായിരുന്നു. ആദ്യം നമ്മുടെയൊക്കെ ഒരു കാലഘട്ടം പറഞ്ഞാൽ, അതിനു മുമ്പ് CK ഗോവിന്ദനായരുടെ കാലത്തും ഒക്കെ, അല്ലെങ്കിൽ അതിനു മുമ്പ് കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾ, അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഇവരെ രണ്ടു കൂട്ടരും രണ്ടു വശത്ത് നിൽക്കുന്നു. പിന്നീട് CKGയുടെയൊക്കെ നേതൃത്വത്തിൽ CKG ഒരു ഭാഗത്ത്, PT ചാക്കോ, R ശങ്കർ, CM സ്റ്റീഫൻ എന്നിവരൊക്കെ പ്രധാന കളിക്കാരായിരുന്ന ഒരു ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെ കഥയുണ്ട്. പിന്നീട് അത് കരുണാകരൻ, ആന്റണി ഗ്രൂപ്പുകൾ തമ്മിലായി. അതിനുശേഷം അത് കരുണാകരനും ഉമ്മൻചാണ്ടിയുമായി രണ്ട് ഗ്രൂപ്പുകളുടെ നേതാക്കൾ, പിന്നീട് ഉമ്മൻചാണ്ടിയും രമേശുമായി. അതൊക്കെ ഒരു ഗ്രൂപ്പ് പോരാട്ടത്തിൻ്റെയും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു ഫലമാണ്. അപ്പോൾ അന്ന് ഇരുപക്ഷത്തും പ്രവർത്തിച്ചിരുന്ന നേതാക്കൾക്ക് ഈ ഗ്രൂപ്പിൻ്റെ ഒരു കവചം ഉണ്ടായിരുന്നു, ഒരു സംരക്ഷണം. ഹൈക്കമാൻഡിലേക്ക് ചെല്ലുന്ന ഉടനെ ആ ഒരു സംരക്ഷണമുണ്ട്. കരുണാകരൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ ഒറ്റ തിരിച്ചാക്രമിക്കാൻ അവർക്ക് പറ്റില്ല. അതുപോലെ തന്നെ ആന്റണിയോടെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോട് നിൽക്കുന്ന ഒരാളെ അങ്ങനൊന്നും കൈകാര്യം ചെയ്യാൻ, അച്ചടക്ക നടപടി എടുക്കാനോ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, സസ്പെൻഷൻ പോലുള്ള ശിക്ഷാ നടപടികൾക്കൊക്കെ സ്കോപ്പ് കുറവായിരുന്നു. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ലീഡേഴ്സൊക്കെ വൾണറബിളാണ്. അവരെയൊക്കെ വേണമെങ്കിൽ ഗ്രൂപ്പ് ഹൈക്കമാൻഡിന് കൈകാര്യം ചെയ്യാം വേണമെങ്കിൽ. അപ്പം ആ ഒരു പേടിയുള്ളത് കൊണ്ട് ഇപ്പോൾ ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ നൽകുന്ന ഉടനെ അതൊക്കെ അനുസരിക്കുന്നതായിട്ട് ആളുകൾ ഭാവിക്കുന്നു എന്നതിനപ്പുറത്ത് ഇവരുടെ എല്ലാം ഉള്ളിലുള്ള പഴയ ഗ്രൂപ്പും അല്ലെങ്കിൽ വിഭാഗീയ ചിന്താഗതിയൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. പണ്ടും അങ്ങനെയായിരുന്നു. പണ്ട് പക്ഷേ എന്താണ്, ഒരു സംഘടനയ്ക്ക് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങൾ, തിരഞ്ഞെടുപ്പ് പോലെയുള്ള അത്തരം സിറ്റുവേഷൻസിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായിട്ട് അണിനിരക്കും. അതിപ്പോഴും ഏതൊരു കാലത്തും അങ്ങനെയാണ് കോൺഗ്രസ്സിൽ സംഭവിച്ചിരുന്നത്, ഏറ്റക്കുറച്ചിലോടുകൂടി എന്നേ ഞാൻ പറയുന്നുള്ളൂ. ചില സന്ദർഭങ്ങളിലൊക്കെ അടുത്ത കാലത്തൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ ആ പാർട്ടിയുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയാകാൻ, അല്ലെങ്കിൽ മറ്റൊരാൾ മുഖ്യമന്ത്രി ആവാതിരിക്കാൻ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇവിടെ നടക്കുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ വ്യത്യസ്ത ചിന്തകൾ, അതൊന്നും അത്ര വലിയ ശക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെ നയിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നേതാക്കൾ അത്ര ശക്തന്മാരൊന്നുമല്ല. പണ്ട് കരുണാകരൻ ഒരു കാര്യം പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ബദലായിട്ട് ആന്റണി എന്ന് പറഞ്ഞാൽ അത് അതേപോലെ പരിഗണിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ
ഈ നേതാക്കന്മാർ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ട് എന്ന തോന്നലുണ്ടാക്കാവുന്ന തരത്തിലോ അല്ലെങ്കിൽ പരസ്പരമുള്ള ഇഷ്ടക്കേടുകൾ വ്യക്തമാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അതൊന്നും അണികളൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇവിടെ ഉണ്ടാവേണ്ടത് ഈ നേതാക്കന്മാരെ നിയന്ത്രിക്കുക, അവരെ നിശബ്ദരാക്കുക, അവരെ അച്ചടക്കം പഠിപ്പിക്കുക എന്നതിനപ്പുറത്ത് അവരെ ഉപയോഗിച്ച് സംഘടനയെ അടിത്തട്ട് മുതൽ ശക്തമാക്കാനുള്ള നടപടിയാണ് ഹൈക്കമാൻഡ് എടുക്കേണ്ടത്. അത് ഹൈക്കമാൻഡും അതിനൊരു പ്രാധാന്യം നൽകുന്നതായിട്ട് കാണുന്നില്ല. ഇവിടുത്തെ ലോ കമാൻഡും അത് പ്രസക്തമാണെന്നോ അത് അത്യാവശ്യമാണെന്നോ കരുതി എന്തെങ്കിലും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. ഇപ്പം ചില പ്രവർത്തനങ്ങൾ വാർഡ് തലത്തിലൊക്കെ മഹാത്മാഗാന്ധി വാർഡ് യോഗങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. കെ സുധാകരൻ പ്രശ്നമായപ്പോൾ താഴെത്തട്ടിൽ CUC എന്ന പേരിലൊരു സംവിധാനം, ഒരു കമ്മിറ്റി കൊണ്ടുവരുന്നതിനൊക്കെ ശ്രമം നടന്നു. അതൊന്നും നടന്നില്ല. സെമി കേഡറെങ്കിലും ആക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞൊരു സമുദ്രം പോലെ അതിലിങ്ങനെ ധാരാളം ആളുകൾ വന്നും പോയോ ഒക്കെ കൊണ്ടേയിരിക്കും. അല്ലാതെ അതിനെയൊന്നും ഒരു കേഡർ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിനൊന്നും പറ്റില്ല. അതിൻ്റെ പ്രവർത്തന രീതി മറ്റൊന്നാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രസ്താവന, അതായത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെക്കുറിച്ചുള്ള അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് നടക്കുന്നതെന്ന രീതിയിൽ തരൂർ ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അത് വലിയ ചർച്ചാ വിഷയമായി. അദ്ദേഹം അതിൽ നിന്നൊരു ചെറിയ തിരുത്ത് പോലെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ ചർച്ചാ വിഷയമായി. കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്തു. പക്ഷെ VD സതീശൻ അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി. വിദേശത്തുള്ള ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്, അവർക്ക് ലഭിച്ച പണത്തിന്റെ പ്രതിഫലമായിട്ട് തയ്യാറാക്കി കൊടുത്തതാണ് ഈ റിപ്പോർട്ട് എന്ന്. അതിന് തെളിവുകൾ അദ്ദേഹം കൊണ്ടുവരികയും ചെയ്തു. 42 ലക്ഷം രൂപ കാലാകാലങ്ങളിലായിട്ടാണ് ഈ സ്ഥാപനം 42 ലക്ഷം രൂപ കഴിഞ്ഞ 2021 മുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പം അവർക്ക് കൊടുത്ത പണത്തിന് പ്രതിഫലമായിട്ട് നൽകിയ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ആ സ്ഥാപനവുമായിട്ടുള്ള ഒരു കരാർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പ് സംവിധാനത്തെ ഒന്ന് ഷോക്കേസ് ചെയ്യുക, ലോകത്തിന് മുമ്പിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ആ ഷോക്കേസിങ്ങിന്റെ ഭാഗമായിട്ട് വന്നതാണ് റിപ്പോർട്ട്. പക്ഷെ അത് ഒരു വലിയ ചർച്ചയാക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. അവിടെയാണ് കോൺഗ്രസിന്റെ പരാജയം കിടക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അവരുടെ സംഘടനാ സംവിധാനം അടിതൊട്ട് സമഗ്രമാക്കുക, ഭദ്രമാക്കുക, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസിലേക്ക് നോക്കുകയാണെങ്കിൽ അത്ര അപശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ CPM-ന്റെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നല്ലോ, മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ മൊത്തം അടി നടക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അപശബ്ദങ്ങളൊക്കെ ഒതുങ്ങിയതോടെ CPM-ന്റെ അങ്ങനെയുള്ള ആരോപണങ്ങളുടെ മുന്നോടിക്കാൻ സാധിച്ചു. അത് നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ അടക്കമുള്ള ചരിത്രം നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നതുകൊണ്ടാണ്. പണ്ടും കോൺഗ്രസിനുള്ളിൽ ഇതുപോലെ വ്യക്തികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ പദവികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മത്സരിക്കാറില്ല. അതൊരു പൊതു രീതിയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പക്ഷെ അറിയാം ആരായിരിക്കും ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയായി വരിക എന്നുള്ളത് അറിയാം. അങ്ങനെ നടക്കുന്നു എന്നതൊഴിച്ചാൽ പ്രകടമായ മത്സരങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിലും അന്നും സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുണ്ടല്ലോ. അന്നും ഇതൊക്കെ ചർച്ചാ വിഷയം ആയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല, ഞാനതാണ് വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്, ഇതൊക്കെ കാലാകാലങ്ങളിൽ നടന്നിരുന്ന കോൺഗ്രസിനുള്ളിൽ നടന്നിരുന്നതാണ് എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ അല്പം ഒതുങ്ങി, അല്ലെങ്കിൽ ആ വക തർക്കങ്ങൾ അല്പം ഒന്ന് അവസാനിച്ചു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹൈക്കമാൻഡിനെ കുറിച്ചുള്ള ചെറിയ പേടി ഇപ്പോൾ ഉണ്ട്. രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടൊരു നിലപാടെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രതിരോധിക്കാൻ ഗ്രൂപ്പുകളുടെ പിൻബലമില്ല. ഈ ഒരു സാഹചര്യങ്ങളാണ്. പിന്നെ ഉള്ള ഗ്രൂപ്പുകളൊക്കെ ഇങ്ങ് ദുർബലമായി. അതൊക്കെയാണ് അല്പം ഒന്ന് ഒതുങ്ങി എന്നൊക്കെ നമുക്ക് വിലയിരുത്താനായിട്ട് തോന്നുന്നത്. പിന്നെ CPM എപ്പോഴും അങ്ങനെയാണ്. CPM കോൺഗ്രസിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ രണ്ടാള്, ചിലവർ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ ഒരു ജില്ലാ തലത്തിൽ പ്രാധാന്യമുള്ള ഒരാൾ പോലും BJP-യിലേക്ക് പോയാൽ അതൊരു വലിയ സംഭവമാക്കി അവർ മാറ്റും. പക്ഷേ എത്രയോ CPM-കാർ BJP-യിലേക്ക് പോകുന്നത് അങ്ങനെ ഒരു സംസാര വിഷയമാക്കാൻ കോൺഗ്രസിന് സാധിക്കാറില്ല. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും CPM കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പഠനപ്പിണക്കങ്ങൾ, പദവികൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങളൊക്കെ അവർ നല്ല ഒന്നാന്തരം ആയുധങ്ങളാക്കി
പ്രയോഗിക്കും. അതിപ്പോൾ ഒന്ന് അടങ്ങി. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, അല്ലെ ആരായിരിക്കണം, ആരാവും എന്നതിനെ കുറിച്ച് ഇപ്പം പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രചാരണത്തിന്റെ മുനയൊടിയുകയും ചെയ്യും. ഓക്കെ, ഈ KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണല്ലോ ഈ ഇടക്കാലത്ത് ഒരു ചർച്ചയ്ക്ക് വഴിമാറിയതും ഒരു കോൺഗ്രസിൽ തർക്കമുണ്ട് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ ഡൽഹി ചർച്ചയ്ക്ക് ശേഷം അതെല്ലാം അവസാനിച്ചോ? ഇനി തൽക്കാലത്തേക്ക് KPCC അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി ഒരു വിവാദമുണ്ടാകില്ലേ? വാസ്തവത്തിൽ ഈ ഡൽഹി സമ്മേളനം നമ്മളൊരിക്കൽ കാഴ്ച ബംഗ്ലാവിൽ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തിരുന്നു. ഇതൊരു തൊലിപ്പുറത്തെ ചികിത്സ എന്നതിനപ്പുറത്ത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിലെ വളരെ ആഴത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ 2.25 മണിക്കൂറോ 2.25 മണിക്കൂറോ അവിടെ ഇരുന്ന് ഇത്രയും നേതാക്കൾ 30 നേതാക്കൾ ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്നതാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റത്തില്ല. 2 പ്രധാന പ്രശ്നങ്ങളാണ് ആ യോഗം നടക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡിൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. ഒന്ന്, ഒരു പുതിയ പ്രസിഡന്റ് വേണം. KPCC പ്രസിഡന്റായിട്ട് പുതിയൊരാളിനെ കൊണ്ടുവരണം, ഒരു പുനഃസംഘടന. അപ്പോൾ KPCC പ്രസിഡന്റ് മാറിയാൽ സ്വാഭാവികമായിട്ട് കുറച്ച് DCC പ്രസിഡന്റുമാർ മാറണം. ഈ DCC പ്രസിഡന്റുമാരുടെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഉള്ള വിലയിരുത്തൽ റിപ്പോർട്ടുകളൊക്കെ ഹൈക്കമാൻഡിൻ്റെ മുമ്പിലുണ്ട്. അത് അവർ വിവിധ വ്യത്യസ്ത ഏജൻസികളെ കൊണ്ടൊക്കെ അത് സമാഹരിച്ചിട്ടുണ്ട്. അപ്പം വേണ്ടത്ര പെർഫോമൻസ് കാഴ്ചവെക്കാത്ത ചില DCC പ്രസിഡന്റുമാരെ മാറ്റണം എന്നുള്ളൊരു ആലോചന നേരത്തെ ഉണ്ട്. അപ്പോഴാണ് ഇതുപോലെ KPCC പ്രസിഡന്റ് മാറിയാലോ. ഈ KPCC പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ കൊള്ളരുതാത്ത ഒരാളായതുകൊണ്ടല്ല അങ്ങനെ ഒരു ആലോചന വന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഒരാൾ വളരെ ദുർബലനാണ്, പാർട്ടിയെ നയിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയല്ല. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഉപതെരഞ്ഞെടുപ്പുകളടക്കം കോൺഗ്രസിന് നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു സാമർഥ്യമാവണമെന്നില്ല. പ്രതിപക്ഷ നേതാവുണ്ട്, പാർട്ടിയുണ്ട്, മുന്നണിയുണ്ട്, UDF ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു കൂട്ടായ പ്രവർത്തന ഫലമാണെന്ന് വെച്ചോളൂ. എന്നാൽ പോലും സുധാകരനെതിരായിട്ട് കഴിവില്ലാത്ത ഒരു KPCC പ്രസിഡന്റ് എന്നൊരു ആക്ഷേപം ആരും ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അത് കുറേയൊക്കെ ശരിയാണ് താനും. അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊരു ചർച്ച. ഈ ദീപദാസ് മുൻഷിയാണല്ലോ നമ്മുടെ KPCCയുടെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി. അവർ അത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കനകോലു എന്ന് പറയുന്ന ഏജൻസി, അവർ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിക്കേണ്ട തന്ത്രങ്ങൾ പഠിക്കാനും അത് നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുക്കാനൊക്കെ ഒന്നൊരു ഏജൻസിയാണ്. അവരും ആ ഏജൻസിയും ഇതുപോലൊരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനം KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞു, എന്നെ മാറ്റണമെന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റിക്കോട്ടെ, എനിക്കതിനകത്ത് വലിയ വിരോധമില്ല, എനിക്ക് എൻ്റെ പാർട്ടി തരാവുന്ന പദവികളൊക്കെ എനിക്ക് തന്നു കഴിഞ്ഞു, ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഡൽഹി യോഗം നടക്കുമ്പോഴത്തേക്ക് അതിൽ എവിടെയോ ഒരു മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നാളെ ചിലപ്പം ഒരു പുതിയ KPCC പ്രസിഡന്റ് വന്നേക്കാം. സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളം മുഴുവൻ ഓടി നടക്കാനും പ്രവർത്തകരെ ചലിപ്പിക്കാനും അവർക്കൊരു പ്രചോദനമാകാനും കഴിയുന്ന ഒരു KPCC പ്രസിഡന്റ് വരുന്നത് നല്ലതാണ്. ഞാനത് പറയുന്നത് സുധാകരൻ എന്ന വ്യക്തിയുടെ കഴിവിൻ്റെയോ കഴിവുകേടിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ തരൂരിന്റെ വിഷയവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതാണ്. തരൂര് നിലപാട് മാറ്റിയിട്ടുണ്ട്, പഴയ പ്രസ്താവനകളൊന്നും ആവർത്തിച്ചിട്ടില്ല. സാർ നേരത്തെ സൂചിപ്പിച്ചു ഹൈക്കമാൻഡിനെ പേടിയുള്ളതുകൊണ്ടാണ് കേരളത്തിലെ നേതാക്കൾ മിണ്ടാത്തത്. അപ്പോൾ തരൂരിനെയും ആ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുമോ? ഈ തരൂരിനെ കൈകാര്യം ചെയ്തു എന്ന ആ ഒരു പ്രയോഗത്തോട് എനിക്ക് യോജിപ്പില്ല. വാസ്തവത്തിൽ തരൂര് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് ഈ വിവാദ വിഷയമായ ലേഖനവും പോഡ്കാസ്റ്റും ഒക്കെ ഉണ്ടാകുന്നത്, അതിനുശേഷമല്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു തരൂര് പോലും ചിന്തിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ ചിന്തിച്ചതിനപ്പുറത്തേക്ക് ആ വിവാദം അങ്ങ് വളർന്നു. അദ്ദേഹത്തിന് ഒരു ക്ഷീണം സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ ഈ സാധാരണ രാഷ്ട്രീയ നേതാക്കളെക്കാളൊക്കെ അതീതനാണെന്ന്. സുധാകരനോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു നേതാക്കളോ KC വേണുഗോപാലോ ഒക്കെ പോലല്ല ഞാൻ വളരെ വ്യത്യസ്തനായ ഒരു ആളാണ്. എനിക്ക് എന്തിനെക്കുറിച്ചും എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ചിലപ്പോൾ പാർട്ടിക്ക് എതിരായിരിക്കും, ഭരിക്കുന്ന BJPക്കോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന LDFനോ അനുകൂലമായിരിക്കും. അതൊക്കെ ഞാനൊരു അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ ഞാനൊരു ബുദ്ധിജീവി എന്ന നിലയിൽ എനിക്കതൊക്കെ പറയാനുള്ളൊരു അധികാരവും അവകാശവും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. അതാണ് അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വയം സ്ഥാനാർത്ഥിയായിട്ട്
അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ശശി തരൂറിന് തെറ്റാണ് സംഭവിച്ചത്. എൻ്റെ ഒരു നിലപാടാണ്, ശശി തരൂർ ഒരു കോൺഗ്രസ് നേതാവായിട്ടല്ല, അദ്ദേഹം അൾട്ടിമേറ്റ്ലി കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 4 വട്ടം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കൂറ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടാണ് ഉണ്ടായിരിക്കേണ്ടത്. അതല്ല ഇവിടെ ഉണ്ടായത്. അത് അദ്ദേഹത്തിന് മനസ്സിലായി കാണണം. ഈ രണ്ട് നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചത് അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകണം. പിന്നെ പൊതുവെ ആ യോഗത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിലപാട് എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ, വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഉയരാൻ പാടില്ല, പിന്നെ മാധ്യമങ്ങളിലൊക്കെ ഒന്നുപോലെ ആദ്യം ഒരു താക്കീത് തരും, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തരും, എന്നിട്ടും പാർട്ടിയുടെ ലൈനിനൊപ്പം നിൽക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ നടപടികൾ ഉണ്ടാവും എന്ന ഒരു സൂചന മൊത്തത്തിൽ, അത് തരൂരിന് ഉദ്ദേശിച്ച് മാത്രമായിരിക്കില്ല, ഇവിടെ നടന്ന പല സംഭവവികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വാണിംഗ് ഉണ്ടായിട്ടുമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ശശി തരൂർ അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം അദ്ദേഹത്തിൻ്റെ വളരെ മയപ്പെടുത്തിയുള്ള ഈ തിരുത്ത്, ഞാൻ മയപ്പെടുത്തിയെന്നേ പറയുന്നുള്ളൂ, ആ തിരുത്തിൽ നിന്ന് നമുക്ക് അനുമാനിക്കേണ്ടത്. സാറിൻ്റെ ഒരു അനുമാനത്തിൽ തരൂർ ഒറ്റയാൻ തന്നെയാണോ അതോ മറ്റേതെങ്കിലും നേതാക്കൾ പുറകിലുണ്ടോ? കേരളത്തിൽ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ പിന്താങ്ങുന്ന ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു, പരാജയപ്പെട്ടെങ്കിലും 1072 വോട്ടുകൾ നേടി. അത് ചെറിയൊരു സംഖ്യയല്ല, നല്ലൊരു നമ്പറാണ്. അന്ന് അദ്ദേഹത്തിന് ഇവിടെ പിന്തുണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം കേരളത്തിൽ അദ്ദേഹം കാലുറപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. പാണക്കാട് പോയി അവരെ കാണുന്നു, NSSുമായിട്ട് ബന്ധപ്പെടുന്നു, മറ്റു സാമുദായിക സംഘടനകളുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്തും അദ്ദേഹത്തിന് ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ ഒരു വിവാദത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിന്തുണ ലഭിച്ചതായിട്ട് കാണുന്നില്ല. പിന്നെ ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ആരെങ്കിലും മുമ്പിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുമെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഓക്കെ, തരൂരിനൊപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു പേര് ഉയർന്നു വരുന്നത് K. മുരളീധരനാണ്. K. മുരളീധരൻ നേതൃനിരയിലേക്ക് വരുന്നതിനെ എതിർക്കുന്നവരുണ്ടോ? മുരളീധരൻ്റെ ഉയർച്ചയെ പേടിക്കുന്നത് ആരാണ്? അത് മുരളീധരൻ മാത്രമല്ലെന്നേ. അപ്പം മുരളീധരൻ വരുന്നവരെ പേടിക്കുന്നവരുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ശശി തരൂർ സ്വയം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല ഒരു സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തരൂർ പറഞ്ഞൊന്നുമില്ല, ഞാനതിന് യോഗ്യനാണെന്നോ അല്ലെങ്കിൽ സർവേകളിൽ എൻ്റെ പേരാണ് മുമ്പിൽ നിൽക്കുന്നതെന്നോ ചെറുപ്പക്കാർക്കൊക്കെ എന്നോടാണ് താല്പര്യമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങൾ, അദ്ദേഹം NSSുമായിട്ട് പൊരുത്തപ്പെടുന്നു, അതിനുശേഷം സമസ്തയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നു, അങ്ങനെ പല പല കാര്യങ്ങളിൽ അദ്ദേഹം നമുക്കൊരു സൂചന തന്നു, അല്ലെ കോൺഗ്രസിനൊരു സൂചന കൊടുത്തു, ഐ ആം എ കാൻഡിഡേറ്റ്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന നിലയിലൊരു സൂചന കൊടുക്കുന്നു. കോൺഗ്രസിൻ്റെ ഒരു രീതി നമ്മൾ ഇതുവരെ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പാർലമെന്ററി പാർട്ടി ലീഡറെ, അതായത് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ഇടയ്ക്ക് മുഖ്യമന്ത്രിമാർ മാറുമ്പോഴാണ് അതല്ലാതെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത് സതീശനാണ്. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു വിജയമാണെന്ന് എൻ്റെ ഒരു കണക്കൂട്ട്, പ്രത്യേകിച്ച് നിയമസഭയ്ക്കുള്ളിൽ. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 99 അംഗങ്ങൾ അപ്പുറത്ത്, 40-41 പേരെ ഉള്ളു ഇപ്പുറത്ത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അതിനെ വളരെ നന്നായിട്ട് ആ സാഹചര്യം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാ അംഗങ്ങൾക്കും എല്ലാ ഘടകകക്ഷികൾക്കും തുല്യ പ്രാധാന്യവും അർഹിക്കുന്ന പരിഗണനയും നൽകിക്കൊണ്ട് അദ്ദേഹം സഭയിൽ ഒരു പ്രതിപക്ഷത്തിൻ്റെ കർത്തവ്യം കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം ആണ് സ്വാഭാവികമായിട്ട് വരിക. അപ്പം ആണ് രമേശ് അദ്ദേഹവും രംഗത്തുണ്ട് എന്നുള്ളൊരു സൂചന നൽകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരാൾ ഒരു സ്ഥാനത്തേക്ക് വരാനിരിക്കുമ്പോൾ മറ്റൊരാൾ വരുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അതിപ്പോൾ മുരളി നാളെ ഉണ്ടായാലും പ്രശ്നങ്ങളുണ്ടാവും. മുരളി കേരളത്തിൽ KPC പ്രസിഡന്റോ അല്ലെങ്കിൽ നാളെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള എല്ലാ യോഗ്യതയും ഉള്ള ഒരാളാണ്. പിന്നെ KC വേണുഗോപാലുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ PC വിഷ്ണുനാഥിനെ പോലെയുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ആകെ ഒരു പദവിയേ ഉള്ളൂ, അത് കാക്ഷിക്കുന്നവർ ധാരാളം പേരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള
ഒരാൾ വരുന്നതിനെ തടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ മുരളി വരരുത് എന്ന ഒരു 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 ഏകലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ മുരളിയെ പേടിയുള്ള പലരുണ്ട്. മുരളി വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പലരും പാർട്ടിയിൽ പല കാരണങ്ങളാൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഓക്കെ, ഏറ്റവും ഒടുവിലായിട്ട് അടുത്തിടെ വന്ന സർവേകളൊക്കെ UDF ഒരു കേരളത്തിൽ ഭരണത്തിലെത്താനുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലാണ് കോൺഗ്രസിന്റെ പോക്കെങ്കിൽ അടുത്ത തവണ UDF അധികാരത്തിലെത്താനുള്ള ഒരു സാധ്യത സാറ് കാണുന്നുണ്ട്? അതൊരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. വളരെ രസകരമായൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവര് ഒരു ഭരണ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ട്, ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാവുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരളം സംബന്ധിച്ചുള്ള നയപ്രഖ്യാപനങ്ങൾ, നയരേഖകളൊക്കെ അതിൻ്റെ ചില സൂചനകൾ അവരങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും വിശ്വസിക്കുന്നുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. നമുക്ക് തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ നോക്കിയാൽ, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 100-105 സീറ്റുകളിൽ, അസംബ്ലി സീറ്റുകളിൽ UDF മേൽക്കൈയുണ്ട്, ഭൂരിപക്ഷമുണ്ട്. നിയമസഭയിൽ അതായിരിക്കില്ല പാറ്റേൺ. ആ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയല്ല, അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ നമ്മൾ നേരത്തെ കാഴ്ച ബംഗ്ലാവിൽ ഒരു എപ്പിസോഡ് ചെയ്തതുപോലെ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ, മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ആ സർവേയിൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിട്ടോ നിഗമനമായിട്ടോ എനിക്ക് തോന്നിയത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന അതേ രാഷ്ട്രീയ സാഹചര്യം, UDF LDF വോട്ടർമാരുടെ മനോഭാവം, അതിൽ കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ലെന്നാണ്. അത് UDF വളരെ അനുകൂലമായ ഒരു കാര്യമാണ്. പക്ഷേ LDF അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ ഒരു തുടർച്ച സംഭവിച്ചിട്ട് പോലും, അതുമാത്രമല്ല അവരെക്കുറിച്ച് ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിനുള്ള ധാരാളം ഘടകങ്ങളുണ്ട്. ശമ്പളവും പെൻഷനും പോലും മുടക്കിയ ഒരു സർക്കാരാണ്. അങ്ങനെ ധാരാളം ഉണ്ടായിട്ട് പോലും അതുതന്നെ പിണറായി വിജയൻ്റെ ഏകാധിപത്യം പാർട്ടിയിലും ഭരണത്തിലും തുടരുന്നത് ഉൾപ്പെടെ ധൂർത്ത്, അവരുടെ ധാർഷ്ട്യം, ഇതെല്ലാം ഉണ്ടായിട്ടും അവർ ഇതാഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും കൂടെയൊക്കെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF ഒരു നല്ല സാധ്യതയുണ്ട്. പക്ഷേ അത് അവർ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ വേണം. അപ്പം CPM നിങ്ങൾ നോക്ക്, CPM ഞാനീ പറഞ്ഞ നിഷേധാത്മക ഘടകങ്ങളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും അവർ ഒരു മൂന്നാം ഭരണം അല്ലെങ്കിൽ ഭരണ തുടർച്ച രണ്ടാമത് കിട്ടിയതുകൊണ്ടാണ്, അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണെങ്കിലും അതിൽ നിന്ന് അവർ മൂന്നാമത് ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് വരുന്നതിനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ സംഘടനയെ ശക്തിപ്പെടുത്താൻ, ഒന്നിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അനുകൂലമായ യഥാർത്ഥത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പാർട്ടി അതിന് സജ്ജമാണോ, പാർട്ടിയെ സജ്ജമാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം, അത് സാധാരണ ആളുകളുടെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഉന്നയിക്കുന്ന അവരുടെയും മനസ്സിലുള്ള വളരെ ശക്തമായ ഒരു വികാരമാണ്. പക്ഷെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു തവണ UDF, അടുത്ത തവണ LDF കഴിഞ്ഞാൽ UDF അതല്ല. അതിനപ്പുറത്ത് ഈ ഗവൺമെന്റിനെതിരായിട്ടൊരു വലിയ വികാരമുണ്ട്. ഒരുപക്ഷം CPM പോലും ഇനിയൊരു തുടർഭരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇനിയും ഒരു തുടർഭരണങ്ങൾ ഉണ്ടായാൽ എന്തായിരിക്കും ഈ പാർട്ടിയുടെ അവസ്ഥ? നമ്മൾ ഇന്നലെ CPM കൊല്ലം സമ്മേളനത്തിൻ്റെ അനാലിസിസിൽ പറഞ്ഞതുപോലെ ഒരു തവണ ഒരു ഭരണ തുടർച്ച കിട്ടിയപ്പോഴത്തേക്ക് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു. അവരുടെ ധനാർത്തി, അതുപോലെ കള്ളപ്പണം കൈകാര്യം ചെയ്യൽ, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുക, അങ്ങനെ അധികാരവും അതുവഴി ഭീഷണിയൊക്കെ ഉപയോഗിച്ച് അവർ അധികാരത്തിൻ്റെ സൽഫലങ്ങൾ അല്ലെങ്കിൽ അത് പണമായിട്ട് സ്വീകരിക്കുന്ന ഒരു ദുഷ്പ്രവണത ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് CPM വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഉപകരണമാക്കി മാറ്റുക. അതാണ് ഈ നവകേരളം സംബന്ധിച്ചുള്ള കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലെയും ഈ സമ്മേളനത്തിലെയും രേഖകളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. സ്വകാര്യ മേഖലയെ വഴിവിട്ടും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയത്തിലേക്ക് പാർട്ടി നയങ്ങളൊക്കെ അപ്പാടെ മാറുന്ന ഒരു സ്ഥിതി. അത് ഞാൻ പറഞ്ഞത്, വലിയ സാധ്യതകളില്ലാതിരുന്നിട്ട് പോലും അവർ ഒരു മൂന്നാം ഭരണത്തിൽ അല്ലെങ്കിൽ വീണ്ടും
ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി അവർ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സ്വയം സജ്ജമാകൽ യു ഡി എഫിൻ്റെ ഭാഗത്ത്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. അതാണ് വസ്തുത. ഓക്കെ, എന്തായാലും ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഇപ്പോഴത്തെ അനുകൂല സാധ്യതകളെ എത്രത്തോളം പ്രയോജനപ്പെടുത്തുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.